എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്വമാണ് തങ്ങളുടെ വോട്ടവകാശം ഉത്തരവാദിത്വത്തോടെ വിനിയോഗിക്കുക എന്നുള്ളത്. ആ ഒരു ധർമ്മത്തിൽ ക്രൈസ്തവർ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് എന്ന് നമുക്കറിവുള്ള കാര്യമാണ്. എല്ലാവരും ഈ സമ്മതിദാനാവകാശം കൃത്യമായി വിനിയോഗിക്കുക. നാടിൻ്റെ നന്മയ്ക്കും അതുപോലെ തന്നെ ഓരോ പ്രാദേശിക വിഷയങ്ങളെ അനുകൂലമാക്കാൻ കഴിവുള്ളവർക്കും വോട്ട് ചെയ്യുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കേവലം രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ ഓരോ പ്രദേശത്തിൻ്റെയും വളർച്ചയ്ക്കും അതിൻ്റെ നന്മയ്ക്കും ഉതകുന്ന സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അഭിമാനത്തോടുകൂടെ കരുതലോടുകൂടെ കാത്ത് സംരക്ഷിക്കേണ്ടതാണ് ഈ ജനാധിപത്യ സംവിധാനം. അതിൽ ജനങ്ങളാണ് അവർക്ക് വേണ്ടിയുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ആ അവകാശം പ്രഖ്യാപിക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മുഹൂർത്തമാണ് ഓരോ തിരഞ്ഞെടുപ്പും. പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ, എറണാകുളത്ത് നിന്ന് വടക്കേ ഭാഗത്തുള്ള കേരളത്തിൽ ഇലക്ഷൻ, പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഭരണ സംവിധാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നാളെയാണ്, ഡിസംബർ മാസം 11 പ്രിയപ്പെട്ടവരെ, ഏത് പാർട്ടിയിൽ വിശ്വസിച്ചാലും നിർബന്ധമായും നാം നമ്മുടെ ഈ ഒരു അവകാശം നേടിയെടുക്കണം. തിരഞ്ഞെടുക്കുവാനുള്ള ആ അവകാശത്തിന് വേണ്ടി നമുക്ക് അല്പസമയം മാറ്റിവെക്കാം. അങ്ങനെ ഭാരതത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഈ അനുഗ്രഹമായ ജനാധിപത്യ സംവിധാനം വിജയപ്രദമായി കൊണ്ടുപോകാൻ പരിശ്രമിക്കാം. നിങ്ങളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്ന ഇതാണ്, നമുക്ക് ഈ അവകാശം, വോട്ട് രേഖപ്പെടുത്തുന്ന അവകാശം നിർബന്ധമായും അത് നിവർത്തിക്കുവാൻ പരിശ്രമിക്കാം. എല്ലാ നന്മകളും നേരുന്നു, എല്ലാ ആശംസകളും.